ഹലോ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുക. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബോക്സ് കഴിക്കാനും എന്നെ നന്നായിട്ട് അറിയുന്നവർക്ക് എല്ലാം അറിയാം. എനിക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസിനോട് ഒരു ഭയങ്കര ക്രേസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ തിരികെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കാണിക്കാം. ഇപ്പൊ എന്തോ ഒരു വിഷമം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം മുമ്പ് എൻ്റെ ഹെഡ്സെറ്റ് അടിച്ചു, അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതുമായിട്ട്. അതാണ് എൻ്റെ ഇപ്പോൾ ഉള്ളൊരു വിഷമം. ഞാൻ ഇത്രയും നേരം കണക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, ഈ സാധനം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു മൈക്ക് വെച്ചിട്ടായിരുന്നു സംസാരിച്ചു, അതിന്റെ സൗണ്ട് ശരി. ഹെഡ്സെറ്റ് നല്ല ഹെഡ്സെറ്റ് ആയിരുന്നു, പക്ഷെ ബോട്ടിന്റെ എയർപോർട്ട് സുപ്രീം അങ്ങനെ ഒരു, പക്ഷെ അത് എന്നെ പണിപറ്റിച്ചു. സോ നമുക്ക് വിഷമമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ഇതാണ് ആ ബോക്സ്. ഈ ബോക്സിനകത്ത് കുറെ സാധനം ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് തോന്നുന്നത്. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് ഓരോന്നെടുക്കാം. ഇതിൻ്റെ അകത്തെല്ലാം ബീഡ്സ് ആണ്. ഇത് കെട്ടി കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര സെക്യൂർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തുണി വരെ ഞാൻ വായി ചാക്കിനകത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബോക്സ് വാങ്ങിച്ചു. എനിക്ക് പണ്ടേ ഇല്ല. എനിക്കിതിൻ്റെ വേറൊരു സൂത്രം കഴിക്കാറുണ്ട്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഇത് എന്നെ കൊണ്ട് എൻ്റെ ചിരി. ഇതാണ് റെസിസ്റ്റന്റ് ബാൻഡ് നമ്മൾ ഹോം വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി മേടിക്കുന്നത്. പക്ഷെ ഇതെൻ്റെ ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ച സാധനം ഇത്. പക്ഷെ ഇത് എടുത്തിട്ടില്ല, മേടിച്ചിട്ട് ഞാനൊരു ദിവസം പോലും യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് സംഭവം. ഈ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബോക്സ് എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തത് ഏകദേശം ഈ 2 വർഷത്തോളം ഇരുന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പർച്ചേസ് ചെയ്യും, അതിൽ വിലക്കുറഞ്ഞ വേറെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, പിന്നെ എൻ്റെ ആവശ്യം അനുസരിച്ച് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ലോക്കൽ സ്റ്റോഴ്സ് വരുന്നുണ്ട്, ഓൺലൈൻ സ്റ്റോഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ ബീഡ്സിൻ്റെ വെബ്സൈറ്റുകൾ ഒരുപാട്, അതിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ അടുത്ത് കൊടുത്തേക്കാം. എന്തായാലും ബീഡ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ മേടിക്കാമല്ലോ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഇതിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ബീഡ്സ് മേടിക്കാൻ വേണ്ടിയിട്ട്, ബീഡ്സ്, ജ്വല്ലറീസ്, ചാംസ്, ഇതെല്ലാം മേടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത്, അത്രയും നല്ല കുറേ വെൻഡേഴ്സ് ഉണ്ട് നന്നായിട്ട് പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കുന്നത്. ക്വാളിറ്റി എന്നാൽ പ്രൈസ് കുറച്ച്. അതേപോലെ തന്നെ ഞാനൊരു ഇതൊന്നും മറ്റേ പെയ്ഡ് പ്രൊമോഷൻ ഇതൊന്നും 5 പൈസ പോലും കിട്ടില്ല എന്നില്ല ഞാൻ പറയാം. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷെ കുറച്ച് ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്, കുറച്ച് വെൻഡേഴ്സ്, കുറച്ച് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒക്കെ ഞാൻ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ട കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുത്തേക്കാം. ഞാൻ ബീഡ്സ് മേടിച്ചതാവട്ടെ, ചാംസ് മേടിച്ചതാവട്ടെ, അല്ലെങ്കിൽ ഈ ബ്രാസ് മെറ്റീരിയൽസ്, ബ്രാസ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറി മെറ്റീരിയലാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മേടിച്ചു. അപ്പം ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള ബോക്സ് എല്ലാം ഞാൻ എടുത്തു വെക്കും. പിന്നെ എനിക്ക് ഈ പറയുന്ന ചെറിയ മീഷോ പോലത്തെ ഇതിന് പർച്ചേസ് ചെയ്ത് ഏകദേശം 3 ബോക്സോളം ഇത്ര സാധനം. ഈ പറഞ്ഞ നാളത്തെ ഞാൻ കുറച്ച് ക്രിയേറ്റ് ചെയ്ത് ബീഡ് ബ്രേസ്ലെറ്റ്സ് സാധനങ്ങളൊക്കെ. ഇപ്പൊ സിൽവറും ഇതിൻ്റെ അകത്ത് ഒരു ബോക്സിൽ ഗോൾഡൻ ഉണ്ട്, മിക്സ് ആയിട്ടിരിക്കും. കാരണം അത് കളർ പോകത്തെ. എൻ്റെ കൂട്ടുകാർ മോസ്റ്റ്ലി പറയുന്നതാണ് ഈ കുറേ ഓർഗനൈസിങ് സാധനങ്ങൾ മേടിക്കും, പക്ഷെ ഒന്നും ഓർഗനൈസ് ആയിട്ട് ഇരിക്കാറില്ല. എൻ്റെ റൂംമേറ്റ് എന്ന് കുറേ സഹിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ബോക്സിന് അപ്പുറത്തേക്ക് വരത്തില്ലേ, ഇതാണ് ലാസ്റ്റ് പർച്ചേസ് ചെയ്ത സാധനം. ഇതിന് മൊത്തം വരുന്നത് ഏകദേശം 18 അറകളാണ് ഉള്ളത്. 18 അറകൾ അല്ലെ, 9 കിലോ 18 അറകളുള്ളത്. ഈ 18 അറയിലായിട്ട് 18 ടൈപ്പ് ബീഡ്സ്. ഇതെന്ന് പറയുന്നത് മാർബിൾ ബീഡ്സ് എന്ന് പറയാം. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ ഈ ബീഡ്സ് സെപ്പറേറ്റ്, അതേപോലെ തന്നെ ബോക്സ് സെപ്പറേറ്റ് ചെയ്യാൻ മേടിച്ചു. അല്ലാണ്ട് ഇതിങ്ങനെ കിറ്റായിട്ട് ഇടുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ മെൻഷൻ ചെയ്യും. നമുക്ക് ബോക്സ് ആയിട്ട് തന്നെ മേടിക്കാം, പക്ഷെ അതിൽ വലിയ ലാഭമൊന്നും ഉണ്ടാകത്തില്ല.
എങ്കിലും നമുക്ക് എന്താ ഓർഗനൈസർ സെപ്പറേറ്റ് മേടിക്കണ്ട എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. സോ ഇതാണ് ഫസ്റ്റത്തെ ബോക്സ്. ഇത് മൊത്തം മാർബിൾ ബീഡ്സ് ആണ്. മാർബിൾ ബീഡ്സ് അതിൽ കുറച്ചൊരു ഷെയ്ഡ്സ് ഒക്കെ വരും. ഞാൻ ഒരു ബീഡ് എടുത്ത് കാണിക്കും. അത് ഈ ബീഡ് കണ്ടോ, ഇതില് മാർബിൾ ബീഡ്സ് ആണ്. ഇതില് ഗ്ലേസിംഗ് ഉള്ള മാർബിൾ ബീഡ്സ് ആണ്. അല്ലാതെ ഇത് കുറച്ചൊരു ഗ്ലോസി ഫിനിഷ് ആണ്. ഇനി ഞാൻ സെക്കൻഡ് ബോക്സ് കാണിക്കാം. പെട്ടെന്നൊരു കോള് വന്നു. എൻ്റെ ഫ്രണ്ടാ വിളിച്ചത്. അവളല്ല ഞാൻ 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 എന്തെങ്കിലും എവിടെന്നെങ്കിലും ഞാൻ എങ്ങോട്ടേലും പോന്നു കഴിഞ്ഞാൽ ഞാൻ ആ നിന്ന സ്ഥലത്ത് എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ ഒരു പ്രസൻസ് അവിടെ വെച്ചിട്ട് വരും. അതുപോലെ എൻ്റെ പവർ ബാങ്കും ചാർജറും എൻ്റെ ഹോസ്റ്റലിൽ വെച്ചിട്ട് വെക്കിയിട്ട് ചെയ്യാൻ സമയത്ത് എന്തായാലും അപ്പോൾ പറഞ്ഞോണ്ടിരുന്നത് എന്താണ്, ഇതാണ് മാറ്റ് ബീഡ്സ്. ഇതിൽ പകുതി ഉള്ളേ. ഇതില് 8 mm ഉണ്ട്, 6 mm ഉണ്ട്. ഇത് 8 mm ആണ്, ഇത് 6 mm ആണ്. രണ്ടും രണ്ട് ബീഡ്സിന്റെ സൈസിന് വ്യത്യാസം. എല്ലാരും യൂസ് ചെയ്യുന്നത് കൂടുതലും 8 mm ആണ്. ആ ഗ്ലോസി ബീഡ്സിനേക്കാൾ ഇതിന് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം മാർബിൾ ബീഡ്സ് ആണ്, പക്ഷെ ഇത് മാറ്റ് ഫിനിഷ്. മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ വെച്ച ഗ്ലോസി ഫിനിഷ്, മാറ്റ് ഫിനിഷ്. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, എന്നെ കണ്ടിട്ടൊന്ന് വീട്ടിൽ കുടിക്കാതിരിക്കുന്നുണ്ടല്ലേ. ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ പേജ് കാണിച്ചു ഈ ഒരു ബുക്സ് ഉള്ളത് ഫുള്ള്. ഇതിൽ ക്രാക്കിൾ ബീഡ്സും വരുന്നുണ്ട്, കുറച്ച് അല്ലാതെ ഈ മറ്റേ ചാംസ് ഒക്കെ ഉണ്ടാക്കുന്നതും ഹാങ്ങിങ്സിനുള്ള സ്റ്റാർ ടൈപ്പ് ബീഡ്സ് ഒക്കെ വരുന്നത്. ഇതൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. ഇതിൽ ക്രാക്കിൾ ബീഡ്സിന്റെ എല്ലാ സൈസും ഉണ്ടായിരുന്നു. ഇതിൽ പിങ്ക് എനിക്ക് തോന്നുന്നു കുറേ തീർന്നു പോയി. എനിക്കൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കളർ കുഴപ്പമില്ല, ഇത് ജ്വല്ലറീസിന് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് മൊണാലിസ ക്യാറ്റൈ ബീഡ്സ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ മൊത്തം ക്രിസ്റ്റൽ ബീഡ്സ് ആയിരുന്നു. ഇത് കുറച്ച് മിക്സ് ആയി പോയിട്ടോ, എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ എല്ലാം ഗ്ലാസ് ബീഡ്സ്. ബോക്സ് മൊത്തം ഗ്ലാസ് ബീഡ്സ് ആണ് വരുന്നത്. അതിൽ വൈറ്റ് ഹാങ്ങിങ്സ് കൊടുക്കുന്ന ടൈപ്പ് ബീഡ്സ് ഉണ്ട്, അല്ലാതെ പ്ലെയിൻ ഗ്ലാസ് ബീഡ്സ് ഉണ്ട്, അല്ലാതെ നോർമൽ കളേഴ്സ് എല്ലാം. ഇതെല്ലാം കുറേയൊക്കെ തീർന്നു, കുറേയൊക്കെ ഞാൻ വേറെ മിക്സ് ആക്കി വെച്ച്. എനിക്ക് എടുത്ത് തന്നെ തിരിച്ച് ഇതിൻ്റെയൊക്കെ തന്നെ വിൽക്കാൻ പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പക്ഷെ സൂക്ഷിക്കണം, കാരണം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, അത് പരമാവധി സൂക്ഷിക്കണം. ഇതെന്ന് പറയുന്നത് ഡ്യുവൽ ഷെയ്ഡാണ് വരുന്നത്. വൈറ്റിന്റെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു കളറും കൂടെ വരും ഇതിൻ്റെ അകത്ത്. കണ്ടോ, ഈ സാധനം എന്ന് പറയുന്നത് റൈൻസ്റ്റോൺ എന്തോ ഒരു പേരാണ് പറയുന്നത്, ഞാൻ വെച്ചിട്ടുള്ളത്. ഈ സാധനം എന്ന് പറയുന്നത് ബ്രേസ്ലെറ്റിന്റെ ഒക്കെ ഇടയിൽ നമ്മളിങ്ങനെ ഒരു ഡിസൈൻ വേണ്ടിയിട്ടാണ്. ഇത് ആ ഒരു ബോക്സ്. ഇനി ഫൈനൽ ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്ന മേടിച്ച്, എന്നാൽ ഞാൻ അധികം ഉപയോഗിക്കാത്ത ടൈപ്പ് ബീഡ്സ് ആണ്. ഇതിൽ നമ്മുടെ എന്താ പറയാ, കുറച്ചുകൂടെ ഓൾഡ് ബീഡ്സ് ആണ്, പഴയ മോഡൽ ടൈപ്പ് ഓഫ് ബീഡ്സ് ആണ്. ഇതിൽ ഒരുപാട് ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി ആണ്, പക്ഷെ ഞാൻ അധികം ഇത് വെച്ച് മേക്ക് ചെയ്തിട്ടില്ല ഒന്നും. ഈ ബീഡ്സ് ഇനി കളേഴ്സ് അത്രയും കുറച്ചുകൂടെ ഒരു ഇത് ഇട്ട കളറല്ല, അതുകൊണ്ടാണ് തോന്നി എനിക്കൊന്നും മേക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. ചിലതൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ സെയിലായിട്ടുണ്ട്. പക്ഷെ ഫുള്ളി കംപ്ലീറ്റ്ലി ഏറ്റവും കൂടുതൽ ബ്രേസ്ലെറ്റ് ആണ് പോകുന്നത്. ബ്രേസ്ലെറ്റ് അതിൽ പല ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. ഞാനത് ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ്സും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ബ്രേസ്ലെറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ മീഷോന്ന് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഷോക്കേസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതിലാണ് കൂടുതലും ഓർണമെന്റ്സ് കുറേയൊക്കെ വെക്കുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ ഈ പാക്കറ്റിൻ്റെ അകത്ത് നേരത്തെ കാണിച്ചു അതുപോലെ വെക്കാറ്. ഇങ്ങനെ ഞാൻ ബ്രേസ്ലെറ്റ് എല്ലാം ഇങ്ങനെ തന്നെ വെക്കാം. ബാക്കിയാണ് ഞാൻ ഓരോന്നുണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം. ബീഡ്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ വേണ്ടേ. സോ മോസ്റ്റ്ലി ബ്രേസ്ലെറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിൽ 1-2 ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇതാണ് ഒന്നാമത്തെ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്താ വിളിക്കാന്ന് പറയുക, ക്ലസ്റ്റർ ബ്രേസ്ലെറ്റ് എന്ന് വിളിക്കും. ക്ലസ്റ്റർ മീൻസ് ഒരു ക്ലസ്റ്റർ പോലെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് കുറെ അധികം ബീഡ്സ്, ഒരു പിങ്ക് കളറിന്റെ ഒരു 3 ടൈപ്പ് ഓഫ് ബീഡ്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുണ്ടാക്കാം. പിന്നെ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താ നോർമൽ ബീഡ് ബ്രേസ്ലെറ്റ്സിന്റെ
ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ബീഡ് ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കാം. ഇതാണ് ഏറ്റവും ഈസി. ഇത് കുറച്ചുകൂടി ഇതിന് അതിന്റെ കണക്ടേഴ്സ് എല്ലാം വേണം. കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനത്തെ ഉള്ളത്. അതിൻ്റെ 1-2 കളേഴ്സ് ഞാൻ കാണിച്ചത്. 1-2 ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഇത്. പിന്നെ അതിൻ്റെ ഒരു നമ്മുടെ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആ മൊണാലിസ ക്യാറ്റ് ഐ ബീഡ്സ് ഉണ്ട് ഇതിൻ്റെ ഈ കിടക്കുന്ന സാധനം, നീണ്ടിട്ടുള്ളത്. അതെല്ലാം കുറച്ചുകൂടെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാം. അതിൽ ചെറിയ ബീഡ്സ് നമ്മളിങ്ങനെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, ഞാൻ മേടിച്ചൊന്നുമില്ല. ഇത് ബീഡ്സ് വെച്ച് തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെന്ന് പറയുന്നത് അതൊരു ബ്രേസ്ലെറ്റിന്റെ വേറൊരു ടൈപ്പ്. പിന്നെ അല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് പിന്നെ ഞാൻ കാണിക്കാം. ഇത് ആക്ച്വലി എൻ്റെ ഐഡിയാസ് ഉണ്ട്. എൻ്റെ ബീഡ്സ് ഇങ്ങനെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ അമ്മമാര് പറയും ഇങ്ങനെ ഉണ്ടാക്കിക്കൂടെ, ഇങ്ങനെ ഉണ്ടാക്കി പറയാം. അമ്മമാരുടെ ഐഡിയാസ് ഉണ്ട് ഇതില്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഇരുന്നുണ്ട്. ചില സമയത്ത് എല്ലാപ്പോഴല്ല, ചില ടൈമില്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അമ്മമാരുടെ ഐഡിയാസ് പറയുമ്പോൾ ഓക്കെ നല്ല രസമുണ്ടല്ലോ തോന്നും. ഇതുണ്ടോ, ഇതെന്ന് പറയുന്നത് എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഇതിനകത്ത് വരുന്ന എല്ലാം സെമി പ്രീഷ്യസ് ആയിട്ടുള്ള ബീഡ്സ് ആണ്. അതുപോലെ തന്നെ ആന്റി ടർണിഷ് ആയിട്ടുള്ള ചെയിൻസാണ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ചിലപ്പോൾ സ്വെറ്റ് ആയിട്ട് ഒരുപാടുള്ളവർക്ക് ചിലപ്പോൾ അത് അങ്ങനെ വരാൻ സാധ്യത, കറുത്തു പോകുന്നു. അപ്പൊ അങ്ങനെ റെസ്റ്റ് ആവത്തില്ലാത്ത ചെയിൻസും അതിൽ സിമ്പിൾ ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട്. ഓരോ ഇതൊക്കെ കണ്ടോ, ഇങ്ങനത്തെ വരും. ഇങ്ങനത്തെ ഉണ്ടാക്കാം. ഇത് നമ്മൾ കണക്ടേഴ്സ് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ബീഡ്സ് വെച്ച് അതിലിങ്ങനെ ചെയ്തിട്ടുണ്ടാക്കണം. പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് മോസ്റ്റ്ലി ഞാൻ ആദ്യം എനിക്കും കൂടെ ഒരു ഇതുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കയ്യിൽ കിട്ടും. അത് ഓരോരുത്തർക്കും ഓരോ ഷേപ്പിൽ ഓരോ ഇതിലേക്ക്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ കൂടുതലായിട്ട് മേക്ക് ചെയ്യാറ് ഇങ്ങനത്തെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള മാലയാണ്. ഇതും ആ സെയിം ചെയിനിന്റെ വേറൊരു വേർഷൻ. ഈ പറയുന്ന ബീഡ്സ് വെച്ചിട്ട് സ്റ്റോൺ ബീഡ്സ് ആണ് ഇതിൽ വരുന്നത്. ഈ വേറെ ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ട്. ഇതിൽ കളർ പോകത്തില്ല സ്റ്റോൺ ബീഡ്സിന്റെ. എന്ന് പറഞ്ഞാൽ ഈ ചെയിനും വെച്ച് കണക്ട് ചെയ്തിട്ട് അതിൽ ചെറിയ താഴേക്ക് ചെറിയ ചെറിയ ഞാത്ത് പോലെ. ഇതാണ് പിന്നെ ഉണ്ടാക്കുക. പിന്നെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ക്ലസ്റ്റർ ബീഡ് ബ്രേസ്ലെറ്റ്സ്. ഇതിൽ ചാംസ് വരും. അതിൽ ഏതാണോ ചാംസ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചാംസ് അതിൽ വരും. അങ്ങനെ ഉണ്ടാക്കില്ല. കൂടുതലായിട്ട് ഓരോ കുട്ടികൾക്ക് വരും, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു ബൊഹോമിയൻ ബീച്ച് ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഇതിന്റെ റെഫറൻസ് എടുത്തിരിക്കും. മീൻസ് റെഫറൻസ് കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട്. ആ പേജ് ഓർക്കുന്നില്ല, കുറേ നാളായി. ആ പേജിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ ഇത് കണ്ടത്. കുറേ ക്ലസ്റ്റേഴ്സ് പോലെ ഇതെല്ലാം എന്താ പറയുക, എന്തോ പറയും, ഒരു ഫയർഡ് ഗ്ലാസ് ബീഡ്സ് എന്ന് പറയാം. ഇത് ഭയങ്കര രസമായി കാണാൻ വേണ്ടി. ഇതിൽ ഓരോ എല്ലാം ഡിഫറെന്റ് ബീഡ്സ് ആണ്. അതൊരു ചെയിനിൽ വരും. കുറച്ചുകൂടെ ബീച്ചി ലുക്കിനൊക്കെ പറ്റുന്ന തരത്തിലുള്ളത്. ഇത് എൻ്റെ അടുത്തൊരു 3 ഉണ്ടായിരുന്നു. അതിലൊരു ബ്ലാക്ക്, ഇത് പിന്നെ ഒരു സീഡ് കളർ തീമിൽ ചെയ്തത്, പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, റെഡാണ് തോന്നുന്നു. അപ്പോൾ അതിൽ 2 കളർ സെയിലായി. ബാക്കി ഒരെണ്ണം എൻ്റെ അടുത്തുണ്ട്. ഒന്നുകൂടെ ഉണ്ട്, അത് വേറൊരു ബോക്സിൽ. അത് പിന്നെ കണ്ടിട്ടാണ് കാണിച്ചത്. പിന്നെ ഇയറിങ്സിന്റെ സെക്ഷൻ എടുത്താൽ നമുക്ക് ഇയറിങ്സിന്റെ ഇങ്ങനത്തെ എല്ലാം സാധനം മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ ഈ പറയുന്ന പാറ്റേൺസ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ നമ്മൾക്ക് യൂസ് ചെയ്ത് ചെയ്യാം. ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ ഇതെല്ലാം കിട്ടും. ഇതെൻ്റെ പേജിലെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉണ്ടാക്കിയത് ഇട്ടത്. പിന്നുള്ള ഇയറിങ്സ് വരുന്നത് അങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കുറേ ടൈപ്പ് ജുമുക്കാസ് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ ഇത് വെച്ച് ചെയ്ത് 1-2 ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ഇതിൻ്റെ പേരായിട്ട് ഇതൊന്ന്, പിന്നെ ഇതിൽ നമ്മൾ
ജസ്റ്റ് ബീഡ്സ് ആഡ് ചെയ്യുന്നുള്ളൂ. അതിൽ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ജുമുക്കാസ് പല ടൈപ്പ് കിട്ടും. നമ്മൾ അതിലേക്ക് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിൽ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്യാം, കുറച്ചുകൂടെ ഒരു 4 mm സൈസിലുള്ള ഇത് 2 mm സൈസിലുള്ള ബീഡ്സ് എല്ലാം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഇത് ഞാനൊരു കസ്റ്റമർ ഇതുപോലത്തെ ഒരെണ്ണം ചോദിച്ചു. ഇങ്ങനെ അവർ ചിലവർ റഫറൻസ് പിക്ക് അയച്ചു തന്നിട്ട് നമ്മളോട് ഉണ്ടാക്കാൻ പറയും. അപ്പൊ ഇത് അങ്ങനെ ഉണ്ടാക്കിയത് ഒന്നാണിത്. ഇതങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ അപ്പൊ അതിന്റെ ഒരു പെയർ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചു. ഇതാണ് അതാണ് ആ ഒരു സെക്ഷനിലുള്ള ഞാൻ ഉണ്ടാക്കിയത്. കൂടുതലും എനിക്ക് മെറ്റീരിയൽ നഷ്ടപ്പെടുത്താൻ ഭയങ്കര മടിയായതുകൊണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് തോന്നുമ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ തന്നെ ഉണ്ടാക്കൽ കുറവാണ്. റഫറൻസ് പിക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര അങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് നെക്ക് പീസസ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇതെല്ലാം ഓരോ റഫറൻസ് പീക്ക് എല്ലാം നോക്കി ഉണ്ടാക്കുന്നത്. പിന്നെ പണ്ട് നമ്മുടെ സ്പ്രിങ്ങിന്റെ വളയൊക്കെ കിട്ടി. അപ്പൊ ആ മോഡൽ ഞാനിങ്ങനെ കണ്ടു, ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു. ഇതിങ്ങനെ അതിലോരോ ഇത് വരും. കുറച്ചുകൂടെ മാക്സിമലിസം ഇതുള്ള ഞാൻ കുറച്ചുകൂടെ മിനിമലിസ്റ്റിക് ആയിട്ട് ജ്വല്ലറീസ് ഒക്കെ ഇടുന്നതാണ്. എനിക്ക് മാക്സിമലിസം പറ്റത്തില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ചുനേരെ എനിക്ക് ചേരുവെന്നുള്ള ഇതൊക്കെ ആയിരിക്കാം. കൂടുതലും മിനിമലിസം ആണ് ചെയ്യുന്നത്. സോ അപ്പം അങ്ങനത്തെ ഒരെണ്ണം ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട് അതിന്റെ റെഫറൻസ് നോക്കിയിട്ട് ചെയ്തതാണ്. ചോക്കറായിട്ട് ഉപയോഗിക്കാം. പിന്നുള്ളത് ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ്. ഇത് ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ബീഡ് ബ്രേസ്ലെറ്റ്സും അതിൻ്റെ ഒരു ഡെയ്സി ഫ്ലവറിന്റെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് ചെയ്താണ്. പകുതി ചെയ്ത് വെച്ചിട്ട് കുറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറെ ഇയറിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പകുതി ചെയ്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടാണ്. ഇങ്ങനത്തെ കുറെ ഷുഗർ ബീഡ്സിനെ സംബന്ധിച്ച് കൂടുതലും ഓർഡേഴ്സ് വരുമ്പോഴാണ് ഞാൻ ചെയ്യല്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ബ്രേസ്ലെറ്റ്സ് വരുന്നുണ്ട്. അതില് കണക്ട് ആയിട്ട് ഇതൊന്ന് ഇങ്ങനത്തെ കുറെ ഷുഗർ ബീഡ്സിന്റെയും അതുപോലെ തന്നെ അങ്ങനത്തെ ബ്രേസ്ലെറ്റുകൾ. പിന്നെ അല്ലാണ്ട് ഇത് ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് വരുന്നത് അങ്ങനത്തെ കുറെ ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാം. ഞാൻ കൂടുതൽ റഫറൻസ് പിക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അതിൽ പല ടൈപ്പും പല ഡിസൈൻസിൽ വരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് അങ്ങനത്തെ ബ്രേസ്ലെറ്റ്സിന്റെ ഇതുണ്ട്. കുറച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലേ 4 mm സൈസിൽ വരുന്നത് ഈ ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ ക്ലേയുടെ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. ക്ലേയുടെ ഓർക്കിഡ് ബീഡ്സ് ഒക്കെ വരുന്നതാണ്. അതിൽ ഞാൻ ഓർക്കിഡ്സ് കുറേ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഓർക്കിഡാണ്. ആക്ച്വലി ഇത് ഓർക്കിഡാണ്. നിങ്ങൾ ഓർക്കിഡ് ഒക്കെ കണ്ടിട്ടില്ല? ഇത് ഓർക്കിഡിന്റെ ഓരോ ടൈപ്പാണ്. ഓർക്കിഡ് ഫ്ലവേഴ്സ് ഇഷ്ടമല്ലായിരിക്കും അത് മനസ്സിലാവും. ഇത് മടിയാണ് ഇതൊക്കെ എടുത്താണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇത്രയാണ് ആക്ച്വലി ഞാൻ ക്ലേയുടെയും ബീഡ്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഇത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പറയാൻ ആണ് ഞാൻ ഇത്രയും നാളും ഇരുന്ന് ഇങ്ങനെ കുറച്ച് പാഷൻ വെച്ച് ചെയ്യുന്നതാണ്. അല്ലാണ്ട് വേറെ ആദ്യം എനിക്ക് സെയില് വരണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിക്കണം എന്ന് പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു. പിന്നെയാണ് ഓക്കെ ഇത് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കി തരുമോ, ഇങ്ങനത്തെ ഉണ്ടാക്കി തരുമോ. ഞാൻ എന്ത് ചെയ്തു ഓക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഓക്വേർഡ്നെസ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ നമ്മൾ ഉണ്ടാക്കിയത് ഓരോരുത്തരും വേറെ ആളിട്ടുണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ. എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒരാളിട്ടിട്ട് എന്നോട് പറയും ഓക്കെ എടി ഇത് നീ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ എനിക്കതിന്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ മറ്റൊരാളുടെ കണ്ണിലായിരിക്കാം അത് ഓക്കെ ഭംഗിയാന്ന് തോന്നുന്നത്. എനിക്കെന്തോ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് പെർഫെക്റ്റ് ആയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ്. അല്ലാത്തല്ല ഞാൻ നോക്കുമ്പോൾ അവർ ഭയങ്കര നല്ല ഭംഗിയുണ്ട് നീ ഇത്ര ഉണ്ടാക്കാറുണ്ടോന്ന് പറയുമ്പോൾ എനിക്ക് എന്താന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ചില നേരത്ത് ഞാൻ ഭയങ്കരമായിട്ട് വേറെ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്യുന്നു, വേറെ എന്തൊക്കെയോ ഇത് വരുന്നു. പക്ഷെ എന്തോ എൻ്റെ കൂട്ടുകാർ എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഉണ്ടാക്കുക നീ ഇങ്ങനെ അത് ചെയ്ത് അവർക്ക് ആകെ ഒരു വിഷമമുള്ളൂ. ഇതൊന്നും ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ചന്ത ഇരിക്കുന്ന പോലെ ആയിരിക്കും എൻ്റെ ക്രാഫ്റ്റിന്റെ മുറി ഇരിക്കുന്നത്.
പക്ഷെ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓർമ്മയിൽ നിൽക്കൂല അത് അവിടെ ഉണ്ടെന്നുള്ളത്, വിട്ടുപോകും. എന്നിട്ട് ഇപ്പൊ എന്റെ റൂംമേറ്റോ എന്റെ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കും അത് വന്ന് തപ്പെടുത്തവര്. മെയിൻ ആയിട്ട് വരുന്നത് സോന, ഗാനാഞ്ജലി, മഹിമ, സരിക, ഇവരൊക്കെ ആയിരിക്കും റൂമിൽ വന്നിട്ട് അതെനിക്ക് തപ്പിപ്പിടിച്ച് തരുന്നത്. കുറെ ഞാൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഓടെടുക്കും. എവിടെയാന്ന് വെച്ചാൽ ഇവിടെ കത്രിക ഇരിക്കുള്ളൂ, എന്റെ കൺമുന്നിൽ ഇരിക്കണ്ടായിരിക്കും, ഞാൻ അത് കാണത്തില്ല. ഞാൻ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാത്തതുകൊണ്ട് ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ ടെൻഷൻ അടിച്ചെടുക്കും. അപ്പോഴേക്കും ഞാൻ നടക്കുന്ന കാണുമ്പോൾ എന്റെ കൂട്ടുകാർ വന്നിരിക്കും, എന്താ പറ്റി, എന്തായാലും സാധനം കാണാണ്ട് പോയോ? ഞാൻ പറയും എനിക്ക് കാണാണ്ട് പോയത് പറയാൻ നാണിക്കാടായിരിക്കും എപ്പോഴും. കാരണം ഒന്ന് അവർ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ എന്നോട് പറയാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. അപ്പൊ അത് ഞാൻ കാണാണ്ട് പോയെന്ന് ഞാൻ ചിലപ്പോ പറയും, ചിലപ്പോ ഞാൻ പറയത്തില്ല. ഞാൻ എന്നിട്ട് അവര് തന്നെ വന്നിട്ട് നീ ഇതാണോ തപ്പുന്നേ, കത്രിക ഈ ഇരിക്കുന്നു, ഇതല്ലേ നീ ഇത്ര നേരം തപ്പിക്കൊണ്ടിരുന്നേ വെച്ചാൽ അവർ ചിരിച്ചിട്ട് എന്നെ കൂടെ തരും. അവസ്ഥ തന്നെ അല്ലേ. അപ്പൊ അമ്മമാരാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് കൂട്ടുകാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പേരൻസ് ആയാലും എനിക്ക് അവർക്ക് കൂടുതൽ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇത്രയും സാധനം ക്രാഫ്റ്റിന് ഇങ്ങനെ മേടിച്ചു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻ എല്ലാം പറയും, എന്നെ ചീത്ത പറയും, എന്തോ ഇത്രയൊക്കെ മേടിച്ചു വെച്ചത്, ഇത് എന്താ ഇത്. അച്ഛൻ ചിരിക്കത്തേ ഉള്ളൂ കേട്ടോ. അച്ഛനിങ്ങനെ ഇങ്ങനെ ചിരിച്ചിട്ടങ്ങ് പോകും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇത്രയധികം പൈസ ഇരുന്ന് ചെലവാക്കുന്നതാണ് അവർക്ക് ചിരിയിൽ നിർത്തുന്നത് എനിക്ക് അറിയാൻ നന്നായിട്ട്. എന്നാലും ഞാൻ മേടിക്കും. എനിക്ക് മനസ്സുഖം ഭയങ്കര ഇത് മേടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ കുറെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പെയിന്റ്, കളേഴ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോട് എനിക്കൊരു ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. ഒരുപാട് കളേഴ്സ് കാണുക, കളർഫുൾ ആയിട്ടൊരു സാധനം കാണുക, ആർട്ട് കാണുക, അതൊക്കെ എന്ന് പറയുന്നത് എന്താണെന്നറിയത്തില്ല, മെന്റലി ഞാൻ ഭയങ്കര പീസാണ്, ഭയങ്കര സമാധാനം എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര വിഷമമാണ്, ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു അക്രലിക് സെറ്റോ അല്ലെങ്കിൽ ഒരു ബീഡ്സിന്റെ സെറ്റോ അങ്ങനെ ഒരു ക്രാഫ്റ്റ് മെറ്റീരിയൽ ഒക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാവും, ഭയങ്കര സമാധാനമാവും എനിക്ക്. ഞാൻ പിന്നെ എത്ര തെറ്റ് ചെയ്തവരാണ് ഞാൻ ഇങ്ങനെ ഞാൻ പറയുമായിരിക്കും. എനിക്ക് അതിനോടൊരു ഭയങ്കര ക്രേസ് ഉണ്ട്. ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ എനിക്കായിട്ട് ഞാൻ മേടിക്കുന്ന സാധനങ്ങളാണ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അല്ലാതെ ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ കുറച്ചൊക്കെ ഓർഡേഴ്സ് ഒക്കെ പാക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ മേടിക്കുന്ന കൂടുതൽ സാധനങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മേടിച്ചതൊക്കെ ആരൊക്കെ സമാധാനത്തിന് വേണ്ടി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പോലും എനിക്ക് സമാധാനത്തിന്, എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് എനിക്കൊരു സമാധാനം കൂടിയിട്ടുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും പൈസ കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹാപ്പിനെസ്സിന് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും പ്രയോറിറ്റി കൊടുത്തിട്ട് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ പോകുക. അങ്ങനത്തെ വർഷം മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ സന്തോഷവാന്മാരാകണ്ടേ, ഇതാണ് ഇത്രേ ഉള്ളൂ. നമ്മൾ പൈസ കിട്ടുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുക, നമ്മൾക്ക് ഓരോ സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്യാം. നമ്മൾ ഗിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ആര് ഗിഫ്റ്റ് ചെയ്യുക നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. നമുക്ക് നമ്മൾ തന്നെ ഗിഫ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു സമ്മാനം എന്നിട്ട് നമ്മളിങ്ങനെ തൃപ്തി അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഗിഫ്റ്റ് ചെയ്യാം. നമ്മുടെ പ്രയോറിറ്റി നമ്മളല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽ ബ്ലോഗ് ഇതിൽ ഞാൻ കുറെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കളയേണ്ടത്, കാരണം ഒരു വലിയ ലെങ്തി വീഡിയോ ആയിപ്പോയി. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത ഫോൺ ആയതുകൊണ്ട്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ. ഇനി അടുത്ത തവണ ഞാൻ അടുത്ത ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും.